ഒരവധി ദിവസം കിട്ടിയപ്പോഴേ മടി പിടിക്കാണ്ട് എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാമെന്ന് ആലോചിച്ചപ്പോൾ രാവിലെ തന്നെ നമ്മൾ തീരുമാനിച്ചു ജിമ്മിൽ പോകാം. അങ്ങനെ ജിമ്മിൽ പോയി. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ആലോചിച്ചു എന്തായാലും ജിമ്മിൽ പോയി ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ കപ്പയും മീൻകറിയും ചോറും വേണോ ബിരിയാണി വേണോ എന്നുള്ള ഡൗട്ടും കുറേ ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയിൽ തന്നെ എത്തി. ബിരിയാണിയിൽ തന്നെ ഏത് വെക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് ഫൈനലി നമ്മൾ അമ്പൂർ ബിരിയാണിയിലെത്തി. അടിപൊളിയായിരുന്നു. ഞാൻ വെച്ചുകൊണ്ട് പറയാനല്ല, സൂപ്പറായിരുന്നു സാധനം. ഈ ബിരിയാണി കഴിച്ചാൽ എനിക്ക് യൂഷ്വലി ഉറക്കം വരും, പക്ഷേ ഇന്ന് എന്താണെന്നറിയാത്തൊരു എനർജി അങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ എനിക്കൊരു ക്ലീനിങ് മോഡായിരുന്നു. ഞാൻ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച്, എന്തിനാണെന്നറിയില്ല, നേരം കെട്ട നേരത്തെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ ഒരു ക്ലീനിങ് സാഗമായിരുന്നു. മൊത്തത്തിൽ ക്ലീനൊക്കെ ചെയ്തു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്നാൽ പിന്നെ കുറച്ച് സെൽഫ് കെയർ ആവുമല്ലോ എന്ന് ആദ്യം തന്നെ ഫേസിലൊരു പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ടു കേട്ടോ. അതെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുനിന്ന് എപ്പോഴോ ഞാൻ വാങ്ങിച്ച ഒരു കൊറിയൻ ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ക്ലീനായ വീടിനെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി അഡ്മയർ ചെയ്തൊക്കെ നിന്നു. എന്നിട്ട് രാത്രി നമ്മൾ സെയിം ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെന്താ, ഒന്നുമില്ല, ഞാൻ പോയി കുളിച്ചിട്ട് ഉറങ്ങി. ഒരവധി ദിവസം കിട്ടിയപ്പോഴേ മടി പിടിക്കാണ്ട് എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാമെന്ന് ആലോചിച്ചപ്പോൾ രാവിലെ തന്നെ നമ്മൾ തീരുമാനിച്ചു ജിമ്മിൽ പോകാം. അങ്ങനെ ജിമ്മിൽ പോയി. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ആലോചിച്ചു എന്തായാലും ജിമ്മിൽ പോയി ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ കപ്പയും മീൻകറിയും ചോറും വേണോ ബിരിയാണി വേണോ എന്നുള്ള ഡൗട്ടും കുറേ ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയിൽ തന്നെ എത്തി. ബിരിയാണിയിൽ തന്നെ ഏത് വെക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് ഫൈനലി നമ്മൾ അമ്പൂർ ബിരിയാണിയിലെത്തി. അടിപൊളിയായിരുന്നു. ഞാൻ വെച്ചുകൊണ്ട് പറയാനല്ല, സൂപ്പറായിരുന്നു സാധനം. ഈ ബിരിയാണി കഴിച്ചാൽ എനിക്ക് യൂഷ്വലി ഉറക്കം വരും, പക്ഷേ ഇന്ന് എന്താണെന്നറിയാത്തൊരു എനർജി അങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ എനിക്കൊരു ക്ലീനിങ് മോഡായിരുന്നു. ഞാൻ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച്, എന്തിനാണെന്നറിയില്ല, നേരം കെട്ട നേരത്തെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ ഒരു ക്ലീനിങ് സാഗമായിരുന്നു. മൊത്തത്തിൽ ക്ലീനൊക്കെ ചെയ്തു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്നാൽ പിന്നെ കുറച്ച് സെൽഫ് കെയർ ആവുമല്ലോ എന്ന് ആദ്യം തന്നെ ഫേസിലൊരു പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ടു കേട്ടോ. അതെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുനിന്ന് എപ്പോഴോ ഞാൻ വാങ്ങിച്ച ഒരു കൊറിയൻ ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ക്ലീനായ വീടിനെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി അഡ്മയർ ചെയ്തൊക്കെ നിന്നു. എന്നിട്ട് രാത്രി നമ്മൾ സെയിം ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെന്താ, ഒന്നുമില്ല, ഞാൻ പോയി കുളിച്ചിട്ട് ഉറങ്ങി.